മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സോണിയാഗാന്ധിയെ പറയിപ്പിക്കാനായിട്ട്, ഇന്ദിരാഗാന്ധിയെ പറയിപ്പിക്കാനായിട്ട് ഏതായാലും സന്ദീപ് വാര്യർ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഭഗവാൻ മോദിക്ക് ബീഹാറിൽ ക്ഷേത്രമൊരുങ്ങുന്നു. 5 ഏക്കറിൽ 100 കോടി ചിലവാക്കി സ്വർണ്ണ പ്രതിമയടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ക്ഷേത്രമാണ് വരുന്നത്. ഈ 100 കോടി ചെലവാക്കി എന്നൊക്കെ സന്ദീപിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് മുന്നോട്ട് വെച്ചതാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ബീഹാറിൽ നിന്ന് ക്ഷേത്രം ഒരുങ്ങുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡർ സമൂഹം ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതിനൊരു ചുട്ട മറുപടി വന്നിട്ടുണ്ട്. BJP നേതാവായിട്ടുള്ള യുവരാജ് ഗോകുലിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നല്ല ചുട്ട മറുപടി തന്നെയാണ് സന്ദീപ് വാര്യർക്ക് യുവരാജ് ഗോകുല് കൊടുത്തിട്ടുള്ളത്. സന്ദീപിന്റെ ഉള്ളിൽ ആ പഴയ BJP-കാരനുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാകില്ല. ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇട്ട് സോണിയാമ്മയെ തുമ്മിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. ബീഹാറിൽ ട്രാൻസ്ജെൻഡർ സമൂഹം തങ്ങൾക്ക് നിയമപരമായ അസ്തിത്വം തന്നത് നരേന്ദ്രമോദിജി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രം പണിയണം എന്നൊരു പ്രപ്പോസൽ വെച്ചു. അതിനെ ട്രോളിയാണ് സന്ദീപ് സർ മുന്നോട്ട് വന്നത്. തെലുങ്കാനയിൽ സോണിയാമ്മക്ക് പണ്ട് അടിമകളായ കോൺഗ്രസുകാർ ക്ഷേത്രം പണിഞ്ഞത് അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഈ ട്രോളും പോസ്റ്റും. വന്ദേ മാതരത്തിനെതിരെ കലി തുള്ളിയ സോണിയയെ 4 തെറി വിളിപ്പിക്കാൻ പഴയ BJP-കാരന്റെ കുൽസിത ശ്രമമായി കണ്ടാൽ മതി. തെലുങ്കാനയിൽ സോണിയാഗാന്ധിക്ക് ഒരു ക്ഷേത്രമുണ്ട്, സോണിയാഗാന്ധിയുടെ പേരിൽ കെട്ടിപ്പൊക്കിയതേ. ഇനി സോണിയാഗാന്ധിക്ക് മാത്രാണോ? രാജീവ് ഗാന്ധിക്കും ക്ഷേത്രം പണിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വന്നത് നാഷണൽ മീഡിയാസിൽ വന്നത് ഞാനിവിടെ കൊടുക്കാം. ഇനി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം പണിഞ്ഞിട്ടില്ലേ? ഇതുമായി ബന്ധപ്പെട്ടും വാർത്തകൾ നാഷണൽ മീഡിയാസിൽ വന്നതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഡേറ്റ് ഉൾപ്പെടെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ, ഈ സന്ദീപ് വാര്യരൊക്കെ ഈ പണിക്ക് ഈ ക്ഷേത്രം വരുന്നോ എന്ന് വിളിച്ചു പറയാനുള്ളൊരു കാരണം എന്താ? നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങൾ മാത്രമേ വളരുന്നുള്ളൂ എന്നാണ് മോദി വിരുദ്ധരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ നിരന്തരം പ്രചരിപ്പിക്കുന്നത്. അതിൽ പെട്രോൾ ഒഴിച്ച് അവര് പറയുന്നത് തന്നെയാണ് ശരിയെന്ന് വരുത്തി തീർക്കാനാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനമൊക്കെ ആയിട്ട് സന്ദീപ് വാര്യർ രംഗത്തെത്തിയത്. സോണിയാഗാന്ധിയുടെ പേരിൽ ക്ഷേത്രമുണ്ടായ സമയത്തെ സോണിയാഗാന്ധിയൊക്കെ അതിനെ അംഗീകരിക്കുമ്പോൾ അതിനെ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഇതേപോലെ തന്നെ മോദിയുടെ പേരില് ക്ഷേത്രം ഉണ്ടാക്കുന്നു എന്നൊരു വാർത്ത കുറച്ചു മുമ്പേ വന്നിരുന്നു. അതിന് തന്റെ എക്സ് പോസ്റ്റിലൂടെ, തന്റെ ട്വിറ്ററിലൂടെ നരേന്ദ്രമോദി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇന്ത്യ ടുഡേയിൽ ഉൾപ്പെടെ ആ വാർത്തയും വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അന്ന് ക്ഷേത്രം പണിയുമെന്നൊക്കെ പറഞ്ഞ വാർത്തയോട് മോദി പ്രതികരിച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയുന്നു എന്ന വാർത്ത കണ്ടു, ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഞെട്ടിപ്പിക്കുന്നതും ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണ്. അത്തരം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നില്ല. വ്യക്തിപരമായി അത് എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നവരോട് അത് ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സമയവും വിഭവങ്ങളും ഉണ്ടെങ്കിൽ ശുചിത്വ ഇന്ത്യ എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ദയവായി അത് നീക്കിവെക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ബീഹാറിലെ വിഷയത്തിനല്ല, ഇതിനു മുമ്പേയും ഗുജറാത്തിൽ ഒരു ക്ഷേത്രം മോദിക്ക് വേണ്ടി പണിയുന്നു എന്ന വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കൊടുത്തിട്ടുള്ള മറുപടിയാ. ഇവിടെ ഇന്ദിരാഗാന്ധിക്ക്, ഇവിടെ സോണിയാഗാന്ധിക്ക് തെലങ്കാനയിൽ ക്ഷേത്രമുണ്ട്. ഇതൊക്കെ സന്ദീപിനറിയാം. 4 തെറി സോണിയക്ക് കേട്ടാലും വേണ്ടിയില്ല, ഇവിടെ സുഡാപ്പികളെ പ്രീണിപ്പിക്കണം. അതിനു വേണ്ടിയാണ് സന്ദീപ് ഈ പോസ്റ്റ് കെട്ട്. സന്ദീപിനെന്ത് സോണിയാഗാന്ധി അല്ലെങ്കിൽ ഇത്തരം ഒരു പോസ്റ്റുമായിട്ട് വരുമോ? ഇതിപ്പോ കേരളത്തിലുടനീളം സോണിയാഗാന്ധിയുടെ ക്ഷേത്രവും പൊക്കിപ്പിടിച്ച് സോണിയാഗാന്ധിക്ക് ക്ഷേത്രവും എന്നുള്ള ഒരു വലിയ രീതിയിൽ ഒരു പ്രചരണം ഇവിടെ നടക്കും. അതൊന്ന് സോണിയാഗാന്ധി എന്ത് വിളിച്ചാൽ സന്ദീപിനെന്ത്? സന്ദീപ് വളരെ വ്യക്തമാണ്, രാജ്യത്ത് ക്ഷേത്രങ്ങളെ ഉണ്ടാവുന്നുള്ളൂ എന്ന സുഡാപ്പികളുടെ പ്രചരണത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുത്ത് വലിയ രീതിയിൽ അത് ശരിവെക്കാൻ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന സന്ദീപ് ഈ പണിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്.
സന്ദീപ് വാര്യർ ആ കണ്ണൊന്ന് തുറന്നു നോക്കണം. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്കോ കേരളം വിട്ടോ നോക്കണ്ട. കേരളത്തിന് നാനാഭാഗങ്ങളിലും ഇവിടെ നാഷണൽ ഹൈവേകളൊക്കെ വന്നത് രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നതിന് ശേഷം 2014 ശേഷം ഇവിടെ നാഷണൽ ഹൈവേകളെ എങ്ങോട്ടേക്ക് നോക്കിയാലും സകല ആളുകൾക്കും കാണാൻ സാധിക്കും. കോൺഗ്രസ് രാജ്യം ഭരിച്ചത് 10-60 വർഷക്കാലം രാജ്യം ഭരിച്ചു കോൺഗ്രസ്. ആ സമയത്ത് ഉണ്ടാക്കിയതിനേക്കാൾ ഒരുപാട് അധികം നാഷണൽ ഹൈവേകള് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയില്ലേ? ഇവിടെ എയിംസ് ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ അധികം IIT-കൾ NIT-കൾ അതായത് എഡ്യൂക്കേഷൻ മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവന നരേന്ദ്രമോദി സർക്കാർ ഇതിനോടകം തന്നെ വെറും 12 വർഷം കൊണ്ട് ചെയ്തിട്ടില്ലേ? ഹോസ്പിറ്റൽ മേഖലകളില് അതായത് ഏത് മേഖല, എയർപോർട്ടുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള എയർപോർട്ടുകൾ ഏത് രീതിയിൽ കോൺഗ്രസ് 10-60 വർഷക്കാലം ഭരിച്ചതിനേക്കാൾ അധികം എയർപോർട്ടുകൾ വെറും 12 വർഷം കൊണ്ട്. റെയിൽവേ സ്റ്റേഷനുകള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. ട്രെയിനുകള് വന്ദേ ഭാരത്, ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനുകൾ, ഹൈഡ്രജനിൽ പോലും ഓടുന്ന ട്രെയിനുകൾ ഇവിടെ തുടങ്ങിയില്ലേ? എന്തിനേറെ പറയുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകൾ ഇന്ത്യയിലാണെന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് ഇവിടെയുള്ള ട്രെയിനുകളെ വിളിച്ചത് ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകൾ ഇന്ത്യയിലാണെന്ന് കളിയാക്കുമായിരുന്നു കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ച സമയത്ത്. എന്തായിരുന്നു കാരണം? ഒരു ട്രെയിൻ അങ്ങ് ഓടിയാൽ മനുഷ്യ വിസർജ്യം വീഴാറുള്ളത് ട്രാക്കിലേക്ക്. അതിനും ഒരു മാറ്റം വന്നത് 2014 ശേഷമല്ലേ? രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ വരേണ്ടി വന്നില്ലേ? ഇന്ന് ട്രാക്കുകളിൽ ഒരിറ്റ് മനുഷ്യ വിസർജ്യം വീഴൂല. എത്ര വലിയ സമാനതകളില്ലാത്ത വികസനമാണതൊക്കെ. എന്തായിരുന്നു 2014 മുമ്പ് ട്രാക്കുകളിലേക്ക് നോക്കാൻ അറപ്പാവില്ലായിരുന്നോ? ഇന്നതിന് വലിയ മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരല്ലേ? രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും, കാർഷിക മേഖലയില്, എല്ലാ മേഖലയിലും സമാനതകളില്ലാത്ത വികസനം കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് സുഡാപ്പികൾ ഇവിടെ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഇവിടെ ക്ഷേത്രോ വളരുന്നുള്ളൂ എന്നതിന് അത് ശരിയാണ് എന്ന് പ്രസ്താവിക്കാനാണ് സന്ദീപ് വാര്യർ ഇപ്പോ രംഗത്തെത്തിയത്. അതിനുവേണ്ടിയാണ് ബീഹാറില് അവിടെയുള്ള ട്രാൻസ്ജെൻഡർ സമൂഹം മോദിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവര് എത്ര രൂപ മുടക്കുമെന്ന് പോലും അവര് പ്രഖ്യാപിച്ചില്ല. അപ്പോഴേക്കും 100 കോടി എന്നൊക്കെ പറഞ്ഞാണ് സന്ദീപ് ഇറങ്ങുന്നത്. കാരണം ഒറ്റൊന്നേ ഉള്ളൂ, ഇവിടെയുള്ള സുഡാപ്പികളെ പ്രീണിപ്പിക്കണം. അതിനു വേണ്ടിയാണ് സന്ദീപൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം, നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കൽ തുടങ്ങിയ സമയത്താണ് ഇവിടെ നമ്മുടെ നാട്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒന്ന് വളർത്തിയിട്ടുള്ളത് എന്ന്. ഈ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടെ ഈ ടോയ്ലറ്റുകൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മോദിയെ പരിഹസിക്കുമായിരുന്നു കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ. പിന്നീടാണ് മനസ്സിലായത് ടോയ്ലറ്റ് പോലും, അതായത് ഇവിടെയുള്ള സാധാരണക്കാർക്ക് കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞു പിന്നെ മിണ്ടാതിരുന്നതാ. അതായത് അടിസ്ഥാന റോഡുകള്, സാധാരണക്കാർക്കുള്ള ടോയ്ലറ്റുകൾ, അങ്ങനെ രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ക്ഷേത്രങ്ങളേ ഉള്ളൂ എന്ന് സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നതിന് പെട്രോൾ ഒഴിച്ചു കൊടുത്ത സന്ദീപിന് ഏതായാലും ചൂട്ട മറുപടിയായിട്ട് യുവരാജ് ഗോകുൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെ സുഡാപ്പികളെ പ്രീണിപ്പിക്കുകയാണ് എന്നുള്ളത് വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയുക.